പാലക്കാട് പോളിംഗ് അവസാനിക്കാൻ ഇനി 2 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതുവരെ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിലവിൽ 54.64% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നതാണ് വിവരം. ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് വോട്ടെടുപ്പ് മന്ദഗതിയിലാവുകയായിരുന്നു. പോളിംഗ് നടപടികൾ വൈകിയത് വോട്ടർമാരിൽ എതിർപ്പുണ്ടാക്കി. 1,06,000-ലധികം പേർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് ചേരുകയാണ്. ആദ്യം ടി.ജി. സജിത്ത് ചേരുന്നു. മണപ്പുള്ളിക്കാവിലാണ് ടി.ജി. സജിത്ത് ഉള്ളത്. സജിത്താണ് ആദ്യം നമുക്കൊപ്പം ചേരുന്നത്. സജിത്ത്, ഇനി 2 മണിക്കൂർ മാത്രം അവശേഷിക്കുന്നു. ഇപ്പോൾ 54% കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, ആദ്യം വളരെ വേഗത്തിൽ, പിന്നീട് വളരെ മന്ദഗതിയിൽ, അതേസമയം ഉച്ചയ്ക്ക് ശേഷം ഭേദപ്പെട്ട നിലയിൽ പോളിംഗ് നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇനി 2 മണിക്കൂർ, അത് നിർണായകമാണോ? കൂടുതൽ ആളുകൾ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? രേണുക, 3:45 പുറത്തു വന്ന കണക്ക് പ്രകാരമാണ് 54% എന്ന പോളിംഗ്. ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മിനിറ്റുകൾ തന്നെ ഒരു അപ്ഡേറ്റ് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പോളിംഗ് ശതമാനത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് നമുക്ക് അറിയാനാവും. അതായത് 54 എന്നുള്ളത് 58 ഒരു പക്ഷേ എത്താനുള്ള സാധ്യത, അതിലേക്ക് എത്താനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ അവശേഷിക്കുന്നത് വെറും 2 മണിക്കൂറുകൾ മാത്രമാണ്. ആ 2 മണിക്കൂർ കൊണ്ട് എത്ര കണ്ട് പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നതാണ്. 20% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയാൽ മാത്രമേ കഴിഞ്ഞ തവണത്തെ ശതമാനത്തിനൊപ്പം എത്താനെങ്കിലും കഴിയുകയുള്ളൂ. അതിനും അപ്പുറത്തേക്ക് പോകണമെങ്കിൽ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തേണ്ടി വരും. നിലവിൽ ഈ പോളിംഗ് ബൂത്തുകൾ നൽകുന്ന സൂചന പ്രകാരം അത്ര കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നില്ല പലയിടങ്ങളിലും എന്നാൽ അപൂർവം ചിലയിടങ്ങളിൽ വലിയ തിരക്കുണ്ട് താനും. അത് തർക്കമല്ല, ചിലയിടങ്ങളിൽ തർക്കമുണ്ട്. പക്ഷേ നഗരമേഖലകളിലെ പലയിടങ്ങളിലും ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നു എന്നതാണ്. അതായത് അവസാന 2 മണിക്കൂറിൽ കനത്ത പോളിംഗ്, കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തും എന്നതാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ ആ തരത്തിലേക്ക് പോളിംഗ് ഉയർന്നിട്ടില്ല. എന്നാൽ അപൂർവം ചില പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ, പ്രത്യേകിച്ച് 3 സ്ഥാനാർത്ഥികളും ആവർത്തിക്കുന്നത് പോളിംഗ് ശതമാനം കഴിഞ്ഞ വർഷത്തേതിനും ഒപ്പം എത്തുകയോ അതിന് മുകളിലേക്ക് ഉയരുകയോ ചെയ്യുമെന്ന കാര്യമാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടും, ഇത്തവണ 100 വോട്ടുകളെങ്കിലും കൂടുതലായി പോൾ ചെയ്യപ്പെടുമെന്നാണ് അവരുടെ അവകാശവാദം. പക്ഷേ നിലവിൽ അനുഭവപ്പെടുന്ന ഒരു കണക്കും പോളിംഗ് ബൂത്തുകളുടെ സാഹചര്യവും പരിഗണിക്കുമ്പോൾ ആ തരത്തിലേക്ക് പോളിംഗ് ഉയരുമോ എന്ന കാര്യം നമുക്ക് സ്ഥിരീകരിക്കാനാവില്ല. കാരണം അതിന് കാത്തിരിക്കേണ്ടി വരും. വളരെ മന്ദഗതിയിൽ വോട്ടിംഗ് പോകുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക്, മുന്നണികൾക്കൊക്കെ വളരെ വലിയ ചങ്കിടിപ്പായിരുന്നു. അതിനുശേഷം താഴെത്തട്ടിൽ വലിയ രീതിയിൽ ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ശ്രമം നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പോളിംഗ് ഉയരുന്നു. വീട്ടിൽ ജോലി തിരക്കിലൊക്കെ ആയിരുന്നവർ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. മാത്രവുമല്ല, പാലക്കാട് മണ്ഡലത്തിന് പുറത്ത് ജോലിക്ക് പോയവരൊക്കെ വൈകുന്നേരത്തോടുകൂടി എത്തി വോട്ട് രേഖപ്പെടുത്താനൊക്കെയുള്ള ഒരു സാഹചര്യമാണോ ഉള്ളത്? അങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു എന്ന് നമുക്ക് ഉറപ്പ് പറയുക വയ്യ. കാരണം അത്തരം ഒരു സാധ്യതയുണ്ടായിരുന്നു. പാലക്കാട് എന്ന മണ്ഡലത്തിന്റെ പ്രത്യേകത, കാരണം ഈ മണ്ഡലത്തിൽ മാത്രമാണ് പൊതു അവധി ബാധകമായിട്ടുള്ളത്, മറ്റിടങ്ങളിൽ അവധി ബാധകമല്ല. അതുകൊണ്ട് മണ്ഡലത്തിന് പുറത്തു പോയി ജോലി ചെയ്യുന്നവരൊക്കെ അവർ ജോലിക്ക് പോയതിനു ശേഷം തിരികെ എത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് പാലക്കാടിന്റെ സാഹചര്യം പരിഗണിക്കുമ്പോൾ കഞ്ചിക്കോട് പോലെയുള്ള വ്യവസായ മേഖലകളുണ്ട്, മറ്റ് തൊഴിലാളി വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ജോലിക്ക് പോകുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു പക്ഷേ വൈകുന്നേരങ്ങളിൽ അവർ കൂടുതലായി വോട്ടിങ്ങിന് എത്തും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. എന്തായാലും അത് എങ്ങനെ പ്രകടമാകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. രാവിലെ അനുഭവപ്പെട്ട വലിയ തിരക്ക് വൈകിട്ടും അനുഭവപ്പെട്ടാൽ മാത്രമേ പോളിംഗ് കഴിഞ്ഞ തവണത്തെ ഇതിന് ശതമാനത്തിന് സമാനമായ അവസ്ഥയിലേക്ക് എത്തൂ എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും ആ തരത്തിലേക്ക് എത്തുമോ എന്നത് നമുക്കിപ്പോൾ സ്ഥിരീകരിച്ച് പറയുക വയ്യ. പക്ഷേ പോളിംഗ് ശതമാനം ഉയരുമെന്നതിന്റെ പ്രകടമായ ഒരു സൂചന പോളിംഗ് എല്ലാ ബൂത്തുകളുടെയും ഒരു ശരാശരി പരിശോധിക്കുമ്പോൾ അങ്ങനെ പ്രകടമാവുന്നില്ല എന്നതാണ് രേണുക വസ്തുത. അതായത് രാഷ്ട്രീയ പാർട്ടികൾ അവർ നടത്തിയ പ്രചരണ വിഷയങ്ങൾ അതൊക്കെ എങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നത് തുടർ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടി വരും. അതിന്റെ ഒരു ട്രെൻഡ്, കൂട്ടത്തോടെയുള്ള വലിയ രീതിയിലുള്ള കനത്ത ഒരു പോളിംഗ് ട്രെൻഡ് ഇപ്പോൾ പാലക്കാട് ദൃശ്യമല്ല. യുദ്ധസമാനമായിരുന്നു പാലക്കാട്ടെ കഴിഞ്ഞ ഒരു മാസത്തെ സാഹചര്യം. അത്രമാത്രം പ്രചരണം അവിടെ നടന്നു. ആയുധങ്ങളുടെ പോരല്ല, വാക്പോരായിരുന്നു നടന്നതെന്ന് മാത്രം. അത്രമാത്രം കാടിളക്കിയുള്ള പ്രചരണം നടന്നിട്ടും എന്തുകൊണ്ട് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നില്ല എന്ന ഒരു ചോദ്യമാണ് നമ്മൾ
നമ്മൾ സമാനമായ നില വയനാട്ടിൽ കണ്ടതാണ്, ചേലക്കരയിലും അത് കണ്ടതാണ്. അടിച്ചേൽപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിനോട് ആളുകൾക്ക് വിമുഖതയുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇവിടെയും അങ്ങനെ ഒരു പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായാൽ അങ്ങനെ ഒരു സ്വയം പരിശോധനയ്ക്ക് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. സജിത്ത്, ഇവിടെ ഇപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ നീണ്ട നിര നമുക്കിപ്പോൾ കാണാം. ഉച്ചയ്ക്ക് ശേഷമൊക്കെ സ്ത്രീ വോട്ടർമാരാണ്. പാലക്കാടിന്റെ സ്വഭാവം സ്ത്രീ വോട്ടർമാരാണ് അവിടെ കൂടുതൽ എന്നുള്ളതും ഒരു വാസ്തവമാണ്. അവിടെ കൂടുതൽ പേർ നിൽക്കുന്ന ഇടങ്ങളിൽ അത് പോളിംഗ് പ്രോസസ്സിലുള്ള താമസം മൂലമാണ് ആ വലിയ ക്യൂ രൂപപ്പെടുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലയിടങ്ങളിലും നീണ്ട ക്യൂ ഉണ്ട്, പക്ഷെ അവിടെ എത്തി വോട്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ ക്യൂ രൂപപ്പെടുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. സമാനമാണോ ഇപ്പോഴും സാഹചര്യം? മന്ദഗതിയിലാണോ ഈ പോളിംഗ് പ്രോസസ്സ് നടക്കുന്നത്? പോളിംഗ് പ്രോസസ്സ് സംബന്ധിച്ച നിരവധി പരാതികളുണ്ട് ആയിരുന്നു. അത് പക്ഷേ ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമേ ആ പരാതികൾക്ക് ഇടവെച്ചിട്ടുള്ളൂ. നേരത്തെ അരുൺ കണ്ണാടി പഞ്ചായത്ത് ഏറ്റവും അവസാനത്തെ കണക്കുകൾ വരികയാണ്. 4/9 കണക്കുകൾ വരുന്നു. 4/9 കണക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 59.16% പോളിംഗ് ഉയർന്നിരിക്കുന്നു. 60-ലേക്ക് എത്തുന്നു. തുടർന്നോളൂ. യെസ്, 60% പോളിംഗ് ഉയരുന്നു എന്നതാണ് 4/9 വരുന്ന കണക്ക്. ഒരുപക്ഷെ ഈ കണക്ക് അധികരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ പോളിംഗ് ശതമാനം ഒരുപക്ഷെ മുൻ വർഷത്തേതിന് സമാനമായ തോതിലേക്ക് ഉയർന്നേക്കാം. അവശേഷിക്കുന്ന 2 മണിക്കൂർ ഏകദേശം 15% മുകളിലേക്ക് പോളിംഗ് രേഖപ്പെടുത്തിയാൽ ആ രീതിയിലേക്ക് പോളിംഗ് ഉയരാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ തരത്തിലുള്ള ട്രെൻഡുകൾ പ്രകടമായി വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ അപ്ഡേറ്റിനെ അപേക്ഷിച്ച് ഈ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ഏകദേശം 5%-ലധികം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ട്രെൻഡ് വരുന്ന മിനിറ്റുകളിലും വരുന്ന മണിക്കൂറുകളിലും നിലനിർത്തിയാൽ, അവശേഷിക്കുന്ന അപ്ഡേറ്റുകളിലും നിലനിർത്തിയാൽ സ്വാഭാവികമായും പോളിംഗ് ശതമാനം ഒരുപക്ഷെ ഉയരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രസക്തി നമുക്ക് അത് ജനമേറ്റെടുത്തു എന്ന് പറയേണ്ടി വരും. നമുക്ക് മുന്നിലുണ്ടായ 2 ഉപതെരഞ്ഞെടുപ്പുകളെ നമുക്ക് ഉദാഹരണമാക്കാം. വയനാടും ചേലക്കരയിലും. വയനാട്ടിൽ പോളിംഗ് ശതമാനം വളരെ കുറഞ്ഞു, അതേസമയം ചേലക്കരയിൽ വലിയൊരു ട്രെൻഡ് വ്യക്തമായുമില്ല. അതാണ് സാഹചര്യം. അതേസമയം പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാട് 7 ദിവസം കൂടുതലായി പ്രചരണ രംഗത്ത് അവസരമുണ്ടായിരുന്നു. ഏറ്റവും അധികം വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണ്. കൃത്യമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ഇടമാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലും പോളിംഗ് ശതമാനം ഉയരേണ്ട രാഷ്ട്രീയ സാഹചര്യമുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നില്ലെങ്കിൽ എന്ത് ജനങ്ങൾ ഏറ്റെടുത്തു? എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെച്ച വിഷയങ്ങളൊന്നുമല്ലേ ജനങ്ങൾക്കിടയിൽ അവരെ സ്വാധീനിച്ചില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർന്നു വരും. സ്വാഭാവികമായും അത് എന്താ സംഭവിച്ചതെന്ന വ്യക്തത നമുക്ക് വരുന്ന 1 മണിക്കൂറിനുള്ളിൽ കാത്തിരിപ്പ് കൊണ്ട് വ്യക്തമാവുകയും ചെയ്യുന്ന കാര്യമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ ലഭ്യമാവുന്ന ട്രെൻഡ് പോളിംഗ് ശതമാനം ഉയർന്നേക്കാം എന്ന സൂചനയുണ്ട്. കാരണം 60%